എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വർക്കിംഗ് സൈറ്റിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാം സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സൈറ്റിൽ എല്ലാതരം ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മധുസാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇത് പരമ്പരാഗതമായി പണ്ടേ ഇല്ല ഒരു പ്ലാവാണ്. അപ്പോൾ നിറയെ ചക്ക ഉണ്ടായിട്ട് കാണാം. അതുപോലെ പേരക്ക, എല്ലാതരം ഫ്രൂട്ട്സും ഈ ഒരു തോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നിറയെ കാഴ്ച നിൽക്കുന്ന സീതപ്പഴവും കാണാം ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു തോട്ടത്തിൽ ഒരു പ്രത്യേകമായ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് ഒരുപാട് പക്ഷി മൃഗാദികൾ നമ്മൾ ഈ ഒരു തോട്ടത്തിലുണ്ട് കേട്ടോ. ആപ്പിൾ ഫ്രൂട്ട് കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പക്ഷികൾ. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, എന്താണ് സാറേ ഇതൊന്നും പറിക്കാത്തത്? അപ്പോൾ സാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പക്ഷികൾ വരാനായിട്ട്, പക്ഷികളും മറ്റ് ജീവജാലം, അതായത് ഭൂമിയുടെ അവകാശികൾക്കുള്ളതാണ് ഈ ഒരു പഴങ്ങൾ എന്നാണ് പറഞ്ഞത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ നോവൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ അങ്ങനെ അണ്ണാനും അതുപോലെ എല്ലാം ഈ ഒരു പഴങ്ങളൊക്കെ കഴിക്കാണ്. ഒരുപാട് പഴങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് വാഴ അങ്ങോട്ട് വെട്ടി മാറ്റേണ്ടി വന്നപ്പോൾ ഈ ഒരു പഴങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഈ പഴങ്ങളെല്ലാം അണ്ണാനും കിളികളൊക്കെ കഴിച്ചതാണ്. ഒരുപാട് താഴെ വീണ് കിടക്കുന്നതും കാണാം. ഒരുപാട് ഗപ്പികൾ നിറഞ്ഞ ഒരു കുളവും നമുക്കിവിടെ കാണാം. നമ്മുടെ സാറെല്ലാം നല്ല രീതിയിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ എല്ലാ പക്ഷി മൃഗാദികളും മീനുകളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നുകൊണ്ട് നമ്മളെ ക്ലീനിങ് വർക്കെല്ലാം ഏകദേശം ആവും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.